ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ബാബേൽ ഗോപുരത്തെ പറ്റി, ടവറിനെ പറ്റി അറിയാം. ആ ടവർ വെറും ഒരു ബിൽഡിംഗ് മാത്രമായിരുന്നില്ല, അതൊരു കൾച്ചറാണ്, അതൊരു ഐഡിയോളജിയാണ്. അത് അന്ന് നോവേൻ്റെ കാലത്ത് നടന്ന് കഴിഞ്ഞു പോയൊരു കാര്യമല്ല, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിനെതിരായിട്ട് ചെയ്തൊരു കാര്യമാണ് അല്ലെ. തങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ എന്താ പറയുക, കമാൻഡ്മെന്റിനെ, ദൈവത്തിന്റെ കൽപ്പനയെ മറികടന്നുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു പട്ടണം പണിയുന്നതിന് വേണ്ടിയും തങ്ങളുടെ രീതിയിൽ ജീവിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ച് അല്ലെ, അതേ ഐഡിയ എന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ അല്ലെ. അന്ന് തീർന്നു പോയിട്ടില്ല ആ ഐഡിയ. അന്ന് ദൈവം തകർത്ത് കളഞ്ഞ ബാബേൽ എന്ന് പറഞ്ഞാൽ ഒരു ടവർ, ഒരു ഗോപുരം, അതൊരു വെറും ഗോപുരം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ അതേ കൾച്ചർ, ആ ഐഡിയ, ആ മൈൻഡ് സെറ്റപ്പ് ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു, അങ്ങയുടെ വചനത്തിൽ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണ കർത്താവോട് ഫാദറുകളോട് മാറ്റി അങ്ങക്കെതിരായിട്ട് ഞങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് പോലും അങ്ങോട്ടേക്ക് കർത്താവെ ക്ഷമിക്കണം അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേ. കർത്താവെ, അങ്ങയുടെ വഴി കൂടെ മാത്രം നടക്കാനുള്ള കൃപ തരണേ കർത്താവെ, യേശുവിൻ നാമത്തിന് ആമേ. ഇന്ന് വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ നാമത്തിന് ആമേ. നമുക്ക് ഇന്ന് ജനസിസ് അല്ലെ, ഉൽപ്പത്തിന്റെ 11 പോയി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്. വാക്കുകൾ ഉൽപ്പത്തിന്റെ 11 1 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. അപ്പൊ ഇത് ഫ്ലഡ് അല്ലെ, പ്രളയത്തിന് ശേഷമുള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നമുക്കറിയാം, അന്ന് ദൈവം ഡിവൈഡ് ചെയ്തിട്ടില്ല ലാംഗ്വേജുകളൊന്നും. നോവേന്റെ ഫാമിലിയിലെ നോവേന്റെ മക്കൾ 3 പേര്, അവരുടെ ഭാര്യമാര്, പിന്നെ നോവേന്റെ ഭാര്യ, അങ്ങനെ എല്ലാവരും കൂട്ടി 8 പേരും മാത്രമേ ഉള്ളൂ ദൈവം രക്ഷപ്പെടുത്തിയുള്ളൂ. ഫ്ലഡ് കാണും അല്ലെ. അപ്പൊ ഇവരെല്ലാം ഒരേ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാകുമ്പോൾ അവർ ഒരേ ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷ ഒരേ വാക്കും ആയിരുന്നു പറഞ്ഞതിന്റെ കാര്യം. പിന്നെ അതിനുശേഷം പറയും, എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശീനാർ ദേശത്തൊരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. അപ്പോ ദൈവം, നമുക്കറിയാം, ആടത്തിന്റെ സമയത്തോട്ട് ഇങ്ങോട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാല് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. എന്താ പറയാ, ഈ എർത്തിനെ ഭരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മളെ വിട്ടിരിക്കുന്നത് അല്ലെ. റിപ്ലനിഷ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മള് എന്താ പറയുക, ലോകം, ഈ എർത്ത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ദൈവം ഒരു കമാൻഡ്മെന്റ് തന്നിരിക്കുകയാണ്. അപ്പൊ അത് തന്നെ ചെയ്യുക തന്നെ വേണമല്ലോ. അപ്പൊ ഇവര് ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് ആളുകൾ, കുറച്ചല്ല, ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാര് എത്ര പേര് പോയി എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. കുറച്ച് പേര് അല്ലെ, കുറച്ചായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും. എന്തായാലും ഇവര് കിഴക്കുനിന്ന് ശിനാർ ദേശത്തേക്ക്, അല്ലെങ്കിൽ ഇവര് കിഴക്കോട്ട് യാത്ര ചെയ്തു. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ പറഞ്ഞ കിഴക്ക് നിന്ന് ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞ കിഴക്കോട്ട് യാത്ര ചെയ്തെന്ന് പറഞ്ഞിട്ട്, ഇവിടെ ഇപ്പൊ കിഴക്കോട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിവേ, ഇപ്പൊ കിഴക്കോട്ട് യാത്ര ചെയ്യുന്നത് നമുക്ക് എടുക്കാം. കിഴക്കോട്ട് യാത്ര ചെയ്തു ചീന ദേശത്ത് ഒരു മരുഭൂമിയല്ല, സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ, അപ്പൊ ഷീനാർ എന്നുള്ള പ്ലെയിനായിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അവർ അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ അവര് താമസം ആരംഭിക്കുന്നു. 3-ാമത്തെ വാക്ക്, അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്തു ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലമൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയ, നമുക്കൊരു പേരുണ്ടാക്കുക എന്നവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടിരുന്ന യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊക്കെയും അവർക്ക് അസാധ്യമാകുകയില്ല. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് അരുളിച്ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നതും വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ചു കളയുകയാൽ അതിനു ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. അപ്പം
ഈ സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബാബേൽ എന്നുള്ള ടവറും ആ ടവറ് അവിടെ ആ ഏരിയയിൽ നടന്ന കാര്യം അത് ഇവിടം കൊണ്ട് അവിടം കൊണ്ട് തീർന്ന കാര്യമില്ലെന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവര് ശീനാർ ദേശത്തേക്ക് വന്നു, അവിടെ താമസം തുടങ്ങി. അപ്പൊ അന്ന് അവിടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, വരുവാൻ നമുക്ക് എന്താ പറയുക, ഇഷ്ടിക ഉണ്ടാക്കി ചുട്ട് അല്ല ഇഷ്ടികയും കല്ലും പശമണ്ണും എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഭൂതലത്തിലൊക്കെയും ചിതറി പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാൻ നമുക്കൊരു പേരുണ്ടാക്കുക എന്നവർ പറഞ്ഞു. അപ്പൊ അവര് പേരുണ്ടാക്കാൻ നടന്നവരാണ്. ദൈവം കൊടുക്കുന്ന പേര് അവർക്ക് പോരാ. പിന്നെ അവർക്ക് വേണ്ടത് ലോകത്തിൽ എങ്ങും ചിതറി പോകാതിരിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരാണിത്. ലോകത്ത് മൊത്തം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യം അല്ലെ. റിപ്ലനിഷ് ചെയ്യുക, നമ്മള് മൾട്ടിപ്ലൈ ചെയ്യും, നമ്മൾ കുഞ്ഞു കുട്ടികളെ കൊണ്ടാവട്ടെ, എന്താ പറയാ, കുഞ്ഞുങ്ങളെ കൊണ്ടായിട്ട് ലോകത്തെ ഭൂമി മൊത്തം നിറയ്ക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇവര് പറഞ്ഞല്ല, അങ്ങനെയല്ല. ഈ ലോകത്ത് മൊത്തം നമ്മൾ ചിത്രി പോകാതിരിക്കുന്നതിന് വേണ്ടി, നമ്മൾക്ക് പേരുണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു പട്ടണം പണിയാം, അതിന്റെ ഒരു ഗോപുരം പണിയുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എന്താ പറയുക, ഇത് ഈ ആരുടെ ഐഡിയ ആയിരിക്കും? ആരെങ്കിലും അതിനൊരു ഒരു നാഥനായിട്ടുണ്ടായിരിക്കും. നാഥൻ എന്നല്ല, ഒരു ലീഡർ ഉണ്ടായിരിക്കും അല്ലെ. ഇതൊരു ഐഡിയ എന്ന് പറയുമ്പോൾ ഒരു എന്താ ശരിയായിട്ടുള്ള ഒരു ഐഡിയ അല്ലല്ലോ അല്ലെ. ഇത് എന്താ പറയാ, റിബേലിയസ് ആയിട്ടുള്ള, ദൈവത്തിനെതിരായിട്ടുള്ള, അനുസരണക്കേടിന്റെ ഒരു ഐഡിയ ആണല്ലോ അല്ലെ. അപ്പൊ ഈ ഐഡിയ ഇത് എവിടെ നിന്ന് വന്നതായിരിക്കാം? അതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കുവാണെങ്കിൽ, നമ്മൾ 10ാമത്തെ ചാപ്റ്ററിൽ പോകും. നമുക്കറിയാം, അതിനു മുമ്പ് തന്നെ 9ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നോവയ്ക്ക് അല്ലെങ്കിൽ നോഹ എന്ന് മലയാളത്തിൽ പറയുന്നില്ല, അദ്ദേഹത്തിന് 3 മക്കളായിരുന്നുള്ളത്. ജാഫെത്തും ഷെമ്മും ഹാമും അല്ലെ. അപ്പൊ ജാഫെത്താണ് ആദ്യത്തെ മകൻ. ഷെം, ഹാം, ജാഫത്ത് എന്ന് പറയുന്നെങ്കിൽ പോലും, പക്ഷെ ജാഫെത്താണ് ശരിക്കും പറഞ്ഞാല്, അല്ലെങ്കിൽ യാഫെത്ത് അല്ലെ, അദ്ദേഹമാണ് ആദ്യത്തെ മകൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീനിയോളജിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 6ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഉൽപ്പത്തിന്റെ 10ന്റെ 6ാമത്തെ വാക്കോട്ട് പറഞ്ഞിരിക്കുക, ഹാമിന്റെ പുത്രന്മാരെ പറ്റി പറഞ്ഞിരിക്കുക. ഹാം. അപ്പൊ ഹാമിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഹാമിന് മനസ്സിന് വലിയ നന്മയൊന്നുള്ള ആയിരുന്നില്ല. അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഉൽപ്പത്തിന്റെ 9ലേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും. ഒരു കാലത്ത് റൈച്ചസ് ആയിരുന്ന നോവ അല്ലെ, പിന്നെ ഫ്ലഡിൽ നിന്നല്ല, അത്രയും വലിയൊരു മഹാമാരിയിൽ നിന്ന് ദൈവം രക്ഷിച്ചു കഴിഞ്ഞപ്പോ, ദൈവത്തിന്റെ അനുഗ്രഹോട് കിട്ടിക്കഴിഞ്ഞപ്പോ, നോവ പിന്നെ എന്താ പറയുക, കർഷകനായി തീരുന്നു. എന്താ മുന്തിരിത്തോട്ടം എല്ലാം ഉണ്ടായി കഴിഞ്ഞ പിന്നെ അദ്ദേഹം കുടിയൊക്കെ തുടങ്ങി. സ്വന്തം ഡ്രസ്സ് പോലും മാറിപ്പോത്തക്ക രീതിയിലുള്ള ഒരു കുടിയിലേക്കൊക്കെ അദ്ദേഹം മാറിയല്ലേ. അപ്പൊ അദ്ദേഹം കുടിച്ച് ഇങ്ങനെ ബോധം കെട്ടിങ്ങനെ ഉറങ്ങി കിടക്കുക. അപ്പൊ ശരീരത്തിൽ നിന്ന് ഡ്രസ്സ് മാറിപ്പോയത് പോലും നോവ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു കുടിയെ കുടിച്ചു എന്ന് വിചാരിച്ചു നോക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഇളയ മകനായിട്ടുള്ള ഹാം ചെന്നിട്ട് അത് കണ്ടിട്ട്, എന്നാ അപ്പൻ ഇങ്ങനെ പരുവത്തിൽ കിടക്കുള്ളൂ, ഇനി ആരും അറിയരുത്, അപ്പന്റെ ഈ ഷേപ്പ് ആരും കാണരുത് എന്ന് വെച്ചിട്ട് തുണിയൊക്കെ എടുത്തിട്ട് മറച്ചിട്ട് എല്ലാം നാണക്കേടങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കുമല്ല മകൻ കാണിച്ച്. എന്നാ ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ചെന്ന് ചേട്ടന്മാരോട് പറഞ്ഞെന്നേ ബൈബിളിൽ എഴുതിയിട്ടുള്ളൂ, ഇനി വേറെ ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യം പോലും അറിയത്തില്ല. പക്ഷെ എന്നാലും അത് ചെയ്ത് മോശപ്പെട്ട കാര്യമായി. അപ്പൊ ഷെമ്മും ജാഫത്തും ഷെം അല്ലെങ്കിൽ ജാഫത്തും ചെന്നിട്ട് അവര് അപ്പനെ കവർ ചെയ്യുന്നു അല്ലെ. അപ്പന്റെ നേക്കഡ്നെസ്, എന്താ പറയാ, ഡ്രസ് ഇല്ലാത്തൊരു അവസ്ഥയൊന്നും കാണാതെ അദ്ദേഹത്തെ പുതപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ നാണക്കേട് ഒഴിവാക്കുന്നു. അങ്ങനെ അപ്പൊ ഈ ഹാം എന്ന മകന്റെ ഹൃദയത്തിന് അത്രയ്ക്ക് പരിശുദ്ധിയൊന്നുമില്ല, അത്രയ്ക്ക് നല്ലൊരു മകനൊന്നുമില്ല. അപ്പൊ ആ മകന്റെ ജീനിയോളജി പറയാം, മകന് എത്ര മക്കൾക്ക് ഉണ്ടായിരുന്നുള്ള കാര്യത്തെപ്പറ്റി പറയുവാണ്. ഹാമിന്റെ പുത്രന്മാർ കൂഷ്, മിസ്രയീം, പൂത്ത്, കനാൻ എന്നവരാണ്. ഇപ്പൊ കനാന്റെ കാര്യം നമുക്കറിയാം. കനാന്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അവരെ ജീനിയോളജിയെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ എന്നുള്ള ഒരു കാര്യം പറയട്ടെ, കനാനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കനാനെ എന്താ പറയാ, നോവ
ശപിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ അത് ശാപമല്ല. ശരിക്കും പറഞ്ഞാൽ കനാനിൽ വരാൻ പോകുന്ന കനാനിന്റെ കാര്യമാണല്ലേ. കനാൻ ഷെമ്മിന്റെ മക്കൾക്കും ജാഫെത്തിന്റെ മക്കൾക്കും അടിമകളായിരിക്കും എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെയായിരുന്നല്ലോ സംഭവിച്ചത്. പക്ഷെ അപ്പൊ അതൊരു ഒരു പ്രോഫസി പോലെ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് ശാപമല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇനിയിപ്പോ ഹാമിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിലും എന്താ പറയാ ആ ഹാമിന്റെ ആ ഒരു വിക്കഡ്നെസ്, മനസ്സിന്റെ ഒരു നന്മയില്ലായ്മ അത് കണ്ടിന്യൂ ചെയ്തിരുന്നു ചുരുക്കമല്ലേ. കനാനില് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ അറിയാം. സ്വന്തം മക്കളെ തന്നെ ബലി കൊടുത്തുകൊണ്ടിരുന്ന ബാലിനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര്, പിന്നെ കനാന്റെ അകത്ത് എന്താ പറയുക ജയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള ജയൻസ് എങ്ങനെ ഉണ്ടാകുന്നുള്ള കാര്യം നമുക്കറിയാലോ. മല്ലന്മാർ എങ്ങനെ ഉണ്ടാകുന്നുള്ള കാര്യം നമുക്ക് ജെനസിസിന്റെ 6 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈ ലോകത്ത് മനുഷ്യര് കൂടി കഴിഞ്ഞപ്പോഴേക്കും ദൈവപുത്രന്മാരായിട്ടുള്ള ഇവര് ഏഞ്ചൽസ് അല്ലെ, ഫോളൻ ഏഞ്ചൽസ് അവർ നോക്കാം മനുഷ്യരുടെ പുത്രിമാര് വളരെ മനോഹരികളായിട്ട് കണ്ടിട്ട് അവരെ ഭാര്യമായിട്ടെടുക്കുന്നു. അപ്പൊ ഭാര്യമായിട്ടെടുക്കുക എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഫുള്ളി ചെന്ന് റേപ്പ് ചെയ്തൊന്നും അങ്ങനെയൊന്നും അല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട് അവരെ മാതാപിതാക്കൾ അനുവദിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന ഒരു കല്യാണമാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ എന്റെ ആത്മാവ് ഇവരുമായിട്ട് നീ സമ്മതിക്കത്തില്ല, മനുഷ്യവർക്കുമായിട്ട് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അല്ലെ ജയൻസ് എന്നൊക്കെ പറഞ്ഞാല്. എന്താ ഫ്ലഡിന് മുമ്പ്, വെള്ളപ്പൊക്കത്തിന് മുമ്പ്. അപ്പൊ കനാനില് അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു ചുരുക്കം. അപ്പൊ ആ സമയത്ത് വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനത്തെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നു എന്ന് ചുരുക്കം. അപ്പൊ ആ ഹാമിന്റെ മക്കളിൽപ്പെട്ട ഒരാളെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയാ 8ാമത്തെ വാക്യമാണ് രാമായുടെ പുത്രന്മാർ ശേബയും ദദാനും കുശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിലെ ആദ്യ വീരനായിരുന്നു. അപ്പൊ ഹാമിന്റെ പുത്രന്മാരാണ് കുശ്, മിസ്രൈം, പൂത്ത്, കനാൻ. അപ്പൊ ആ കുശിന്റെ മകനായിട്ട് ഉള്ള ആളാണ് നിമ്രോദ്. നിമ്രോദാണ് ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്നു പഴഞ്ചൊല്ലുണ്ടായി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ചീനാദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ടു നിനവെ, രഹോബോത്ത് പട്ടണം, കാലഹ്, നിനവേക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രേസർ എന്നിവ പണിതു. അപ്പോ ഇയാളുടെ നിമ്രോദിന്റെ രാജ്യങ്ങളുടെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ആണ് ബാബേൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാബേൽ ടവറും ബാബേലിന്റെ ഏരിയയും ആ പട്ടണം അവർ പണിതിരിക്കുന്നത് അവിടെ നിന്നാണ് നിമ്രോദിന്റെ രാജ്യങ്ങളുടെ എന്താ പറയാ സ്ഥാപനം, അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 9ാമത്തെ വാക്കിലേക്ക് വരും അല്ലെ. അദ്ദേഹം എന്താ പറയുക നായാട്ടുവീരനായിരുന്നു. യഹോവയുടെ മുമ്പില് നിമ്രോദിനെ പോലെ നായാട്ടുവീരന് വേറെ ആരും ഉണ്ടായിരുന്നു. അത്രയ്ക്ക് വലിയ ഒരു വ്യക്തിയായിരുന്നു എന്ന് ചുരുക്കം. അപ്പോ ഈ വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ നായാട്ട് വീരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഈ നമ്മുടെ ഇംഗ്ലീഷ് ബൈബിളിലേക്കും മലയാളം ബൈബിളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഹീബ്രുവിന്റെ അകത്ത് അല്ലെങ്കിൽ ഗ്രീക്കിനകത്ത് യഥാർത്ഥത്തിലുള്ള അതിന്റെ ആ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള മീനിങ്ങോട് കൂടി നമുക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജിന്റെ ഒക്കെ പരിമിതി കാരണം ഈ പേര് നിമ്രോദ് എന്നുള്ള വാക്കിന് ഹീബ്രുവിലേക്ക് വരുമ്പോൾ അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റിബേലിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയണേ, അനുസരണ ഇല്ലാത്തവൻ, അനുസരണക്കേട് കാണിക്കുന്നവൻ, അല്ലെ, താൻ തോന്നി, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് ഈ പേരിന് നിമ്രോദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പൊ നമുക്കറിയാം ഇപ്പൊ അബ്രഹാമിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തെ പറ്റി നമുക്ക് പറയാലോ. അന്നൊക്കെ പേരിട്ടിരുന്നത് അല്ലെങ്കിൽ ഐസക്കിന്റെ ഒക്കെ കാലത്ത്, ജേക്കബിന്റെ ഒക്കെ കാലത്തൊക്കെ പേരിട്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, പഴയ നിയമത്തില് നമ്മൾ പേര് കാണുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്
അർത്ഥമുള്ള വ്യക്തിത്വമായിട്ട് യോജിച്ചു വരുന്ന രീതിയിലുള്ള അർത്ഥമുള്ള പേരുകളാണ് ഇട്ടുകൊണ്ടിരുന്നത് അല്ലെ. ബെഞ്ചമിൻ എന്നൊക്കെ ഉള്ള പേരൊക്കെ ഇട്ടിരിക്കുന്നത്, ബെൻ, ഓണി എന്നും ബെഞ്ചമിൻ എന്നൊക്കെ ഇങ്ങനെ പേര് ഇടുന്നത് ആ ഒരു ആ ഒരു മീനിങ് ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള പേരുകളാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഈ വ്യക്തിന്റെ പേര് നിമ്രോദ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, കൊള്ളരുതാത്തവൻ, അല്ലെങ്കിൽ അനുസരണ ഇല്ലാത്തവൻ, അനുസരണക്കേട് കാണിക്കുന്നവൻ എന്നൊക്കെ ഒരു പേര് അവനിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഇന്നും നമ്മള് കാണുന്ന എന്ത് പേരും ഒരു കൊച്ചിനെ കയറ്റി ഇടുന്ന പോലെ, ടിറ്റു പിട്ടു മുട്ടു എന്നിടുന്ന പോലെ അങ്ങനെയുള്ളൊരു പേരിടലല്ല അന്നത്തെ കാലത്ത് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു വ്യക്തിന്റെ പേര് തന്നെ നിമ്രോഡ് എന്ന് പറയുമ്പോ നിമ്രോദ് എന്ന് പറയുമ്പോ എന്ന് വെച്ചാൽ റിബേലിയസ് ആയിട്ടുള്ളവൻ, അനുസരണം കെട്ടവനാണ്, കൊള്ളരുതാത്തനാണ് പേരിടുമ്പോ, അങ്ങനെ ഒരു പേര് വരുമ്പോ അതിന് അവന്റെ സ്വഭാവമായിട്ട് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അതിന് അല്ലെ. അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറയാ നായാട്ടുവീരനായിരുന്നു. ഇനി നായാട്ടുവീരന് ശീനാർ ദേശം തൊട്ട് അങ്ങോട്ട്, ബാബേല് തൊട്ട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ രാജ്യത്തിന്റെ ആരംഭമാണ് എന്ന് പറയുമ്പോൾ, ശീനാർ ദേശത്തെ ബാബേല് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്, അദ്ദേഹം രാജ്യമുള്ളത് രാജാവിനാണല്ലോ അല്ലെ, അല്ലാതെ നായാട്ടുകാരനാണ്. ഇപ്പൊ രാജാവ് നായാട്ടുകാരനാകാം, അത് വാസ്തവം. പക്ഷെ ഇദ്ദേഹം ഒരു നായാട്ടുകാരനായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, അനുസരണ കെട്ടവൻ അല്ലെങ്കിൽ നിഷേധി എന്നുള്ള രീതിയിലുള്ള ഒരു പേരാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാല് ഇവിടെ നായാട്ട് ഇയാൾ നടത്തിക്കൊണ്ടിരുന്ന മിക്കവാറും തന്നെ മൃഗങ്ങളെ നായാട്ട് നടത്തുന്ന കാര്യമൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്. ചിലപ്പോ ഒരുപക്ഷെ ആൾക്കാരെ കൊന്നൊടുക്കിയ കാര്യമായിരിക്കും ചിലപ്പോ പറയുന്നത് അല്ലെ. ചിലപ്പോ ഞാനിങ്ങനെ ഊഹിക്കുക, ഇദ്ദേഹം എന്താ പറയാ, ദൈവത്തിന്റെ മുമ്പില് അല്ലെ, മനുഷ്യനെ കൊന്നവനായിരിക്കാം ഇദ്ദേഹം അല്ലെ. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 11ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും, ഇദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ തുടക്കം തുടങ്ങിയിരിക്കുന്നത് തന്നെ ആ ബാബിലോണിൽ വെച്ചാണ്. ബാബിലോൺ, അവിടെ ആ ദൈവം കൺഫ്യൂസ്ഡ് ആക്കി എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അത് ദൈവം കൺഫ്യൂസ്ഡ് ആക്കി. അത് ബാബേൽ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ അല്ലെ എന്നുള്ള. അപ്പൊ ദൈവം അത് കൺഫ്യൂസ്ഡ് ആക്കിയിരിക്കുന്ന ആ സ്ഥലത്ത്, ആ ടവർ, ഗോപുരം നശിപ്പിച്ചു ആ സ്ഥലമാണ് ഇദ്ദേഹത്തിന്റെ എന്താ പറയാ, രാജ്യത്തിന്റെ, കിങ്ഡത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ നിമ്രോദ് എന്ന് പറഞ്ഞ വ്യക്തി അല്ലെ. അവിടെ നിന്നാണ് ഈ ബാബേൽ ടവറും കാര്യങ്ങളൊക്കെ വന്നത്. ഇനി ആ ബാബേൽ ടവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു വെറും ടവർ അല്ല, വെറും ഒരു ഗോപുരമല്ല, ഒരു ഫിസിക്കലായിട്ട് ഒരു ബിൽഡിംഗ് മാത്രമായിരുന്നില്ല അല്ലെ. അതൊരു ഐഡിയോളജിയാണ്. എന്താണ് ഐഡിയോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മൈൻഡ് സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്നത് അല്ലെ. ഇവിടെ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് പേരുണ്ടാക്കുന്നതിന് വേണ്ടി, നമുക്ക് ലോകത്തിൽ സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പട്ടണം ഉണ്ടാക്കാം, ആ പട്ടണത്തിൽ നമുക്കൊരു ടവറും ഗോപുരം പണിയുക എന്ന് പറഞ്ഞു. ദൈവത്തിനെതിരായിട്ട്, ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ട്, ദൈവത്തിന്റെ എന്താ പറയുക, താല്പര്യത്തിനെതിരായിട്ട്. ഇനി അവിടം കൊണ്ട് കാര്യം തീർന്നില്ല അല്ലെ. അവിടം കൊണ്ട് കാര്യം തീർന്നിട്ടില്ല. ഇവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഗോപുരം പണിയുക എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഗോപുരത്തെ പറ്റി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വെറുമൊരു ഗോപുരമല്ല, അതിന്റെ ടിപ്പ് എന്ന് പറഞ്ഞ ആകാശത്തോളം എത്തും എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ ടിപ്പ്, ഏറ്റവും മുകളിലത്തെ നിലയെന്ന് പറയുന്നാല് അത് സ്വർഗത്തിലെത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. സ്വർഗത്തിലെത്തുന്ന എന്താ, ദൈവം ഇരിക്കുന്നത് സ്ഥലം അല്ലെ, ദൈവം ഉള്ള സ്ഥലം സ്വർഗം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനമാണ് സ്വർഗം. അപ്പൊ ഈ ടവറിനെ പറ്റി ഒന്ന് പറയുമ്പോ, ഇത് ഈജിപ്തിലെ പിരമിഡ് പോലത്തെ അല്ല. പിരമിഡ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശവക്കോട്ടയായിട്ട്, കൂടാരമായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇനി വേറെ ജന്മമുണ്ട്, അതുകൊണ്ട് ഫറവോനൊക്കെ അടക്കിക്കൊണ്ട സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ അടുത്ത ജന്മത്തിൽ ഫറവോ വരുമ്പോൾ അതിന് ഉപയോഗിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് അത് ഒരു പിരമിഡ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനത്തെ പരിപാടിയില്ല. അത് പിരമിഡ് മനുഷ്യനെ ശവം അടക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ്. ഈ ടവർ, ഗോപുരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോപുരത്തിനെ പറയുന്ന പേരെന്താന്ന് വെച്ചാല്
സിഗരറ്റ് എന്ന് പറയും. നമ്മുടെ സിഗരറ്റ് അല്ല, ബീഡി വലിക്കുന്ന സിഗരറ്റിനെ പറ്റിയല്ല പറയുന്നത്. സിഗരറ്റ് എന്നിങ്ങനെ പറയും. ഇസഡ് എന്തോ ക്യാപിറ്റല് ഇസഡിലെ തുടങ്ങുന്നത്. അപ്പൊ അത് അതിന്റെ പ്രത്യേക അങ്ങനത്തെ ഉള്ള അത് മെസപ്പൊട്ടേമിയയിലൊക്കെ ഉള്ള ആ മെസപ്പൊട്ടേമിയൻ ആ ഒരു കൾച്ചറിൽ കണ്ടുവരുന്ന കാര്യം അത്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ആ കൾച്ചറുള്ള ആ ഏരിയയിലുള്ള ഏത് ഏരിയയിലാണ് ഇത് സ്ഥാപിക്കുന്ന ആ ഏരിയയിലുള്ള ആളുകളുടെ ദൈവങ്ങൾക്ക് വേണ്ടിയാണ് അത് സൃഷ്ടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന് ഈസി ആയിട്ട് മനുഷ്യവർഗവുമായിട്ട് ദൈവം എന്ന് പറയുമ്പോൾ യഹോവയെ പറ്റിയല്ല പറയുന്നത്, യേശുക്രിസ്തുവിനെ പറ്റിയോ ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റിയല്ല പറയുന്നത്. സോ കോൾഡ് ദൈവങ്ങൾ എന്ന് പറയപ്പെടുന്ന സൈറ്റന്റെ ആൾക്കാർ. അപ്പം അവർക്ക് മനുഷ്യവർഗവുമായിട്ട് കണക്ഷന് വേണ്ടി അവർക്ക് ഈ ലോകത്തിലേക്ക് വരുന്നതിന് വേണ്ടി അവരെ വർഷിപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ടവറുകളാണിത്. അപ്പൊ ആ ടവർ ആകാശത്തോളം എത്തട്ടെ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അത് തൻ്റെ ആ മാനസികമായിട്ടുള്ള ആ ദൈവത്തോടുള്ള ആ വെറുപ്പുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന മനസ്സുകൊണ്ട് നിമ്രോഡ് അല്ലെ നയിക്കുന്ന ഈ ഒരു കൂട്ടം ആൾക്കാര് ഇങ്ങനെ ഒരു ടവർ ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? പിശാച്. അല്ല, പിശാചിന് അവന്റെ ടീമിന് ഈ ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ പിശാചിനെ വർഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു പോർട്ടലായിട്ട് അവര് അതിനൊരു വാതിലായിട്ട് ഈ ടവറിനെ ഉപയോഗിക്കുമായിരുന്നു അല്ലെ. അപ്പൊ അതെന്തിനാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. ഇത് മാത്രമാണ് മാർഗം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡിന് മുമ്പായിട്ട് വെള്ളപ്പൊക്കത്തിന് അല്ലെ പ്രളയത്തിന് മുമ്പായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. ജയന്റുമാരുണ്ടായിരുന്നു, മല്ലന്മാരുണ്ടായി, ഫോളൻ ആയിട്ടുള്ള ഏഞ്ചൽസ് അല്ല വീണുപോയ മാലാഖമാര് അവര് പിശാചിന്റെ ഏജൻസ് അവര് വന്ന് മനുഷ്യപുത്രിമാരിൽ ജനിപ്പിച്ച ആൾക്കാര് അല്ലെ. അപ്പോ അതേപോലെ നമുക്കറിയാം ഈ വെള്ളപ്പൊക്കത്തിന് ശേഷവും അല്ല പ്രളയത്തിന് ശേഷവും നോവന്റെ സമയം കഴിഞ്ഞപ്പോഴേക്കും അവിടെയും പിന്നെ ജയന്റുമാർ ഉള്ള കാര്യം നമുക്കറിയാമായിരുന്നു. മല്ലന്മാരുണ്ടായിരുന്നു അല്ലെ. ഓഗ് കിങ് ഓഫ് ബഷാൻ എന്ന് പറയുന്നത്, പിന്നെ ഗൊലായത്ത്, പിന്നെ ഹെബ്രോണിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. കേലബ് അല്ലെ ഒദാനിയൽ വഴി കൊന്ന ആൾക്കാര്, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. അനാക്കീംസ് അല്ലെ, നെഫലീംസ്, അനാക്കീംസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എങ്ങനെ ഇതൊക്കെ വന്നു? ഈ ടവർ ഓഫ് ബാബേൽ വഴി ഇവര് തീർച്ചയായിട്ടും ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു പോർട്ടലായിട്ട് ഒരു വഴിയായിട്ട് എന്താ പറയുക ഇതൊരു വഴിയാക്കി നിർത്താൻ തന്നെ ഇവര് തീരുമാനിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക ഫ്ലഡിന് മുമ്പ് എന്താ പറയുക ഈ വെള്ളപ്പൊക്കത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു അറ്റ്മോസ്ഫിയർ തിരിച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആയിട്ട് ഇവര് ചെയ്തതാണ്. അപ്പൊ ഇവർക്ക് ഈ ഐഡിയ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഉത്തരമൊക്കെ കിട്ടി, ഇങ്ങനെയൊക്കെയുള്ള ഐഡിയ കിട്ടും. ഓഫ്കോഴ്സ് ഇവര് വീട്ടിൽ നിന്നായിരിക്കാം ഇവര് ഈ നിമ്മളോട് ചോദിച്ചിട്ടുണ്ടാകും ഇതെങ്ങനെയായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു വന്നപ്പോൾ ഇപ്പൊ ചിലപ്പോ അവര് ഹാം തന്നെ പറഞ്ഞായിരിക്കോ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇവിടെ ജയൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ അല്ലെ ആ ഒരു അറ്റ്മോസ്ഫിയർ അവര് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പഴയ പാപത്തിലേക്ക് പോകാൻ വേണ്ടി അവര് തന്നെ ഈ നിമ്രോഡും അവന്റെ ടീമും അവര് തുനിഞ്ഞിറങ്ങിയിരിക്കുവായിരുന്നു. അപ്പൊ ദൈവം നോക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ യഹോവ ഇതാ ജനം മനുഷ്യ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് 5ാമത്തെ വാക്കോട്ട് കാണേണ്ടത് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷ ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്താൽ നിരൂപിക്കുന്നതൊന്നും അവർക്ക് ഇനി അസാധ്യമാകുകയില്ല. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിലുള്ള ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കളിക്കള എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിന്തിച്ചു. അവർ പട്ടണം പണിതും സർവ്വഭൂമിയിലെ ഭാഷ യഹോവ അവിടെ വെച്ച് കളയാൽ അതിനും ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിന്തിച്ചു. ഇപ്പൊ ദൈവം അവരെ ചിന്തിച്ചു കളഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ പൈശാചിക ലോകവുമായിട്ടുള്ള ഒരു കണക്ഷൻ അതിനുവേണ്ടി തന്നെയാണ് ഇവർ ഈ ടവറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ദൈവം അതിന്റെ ആ പ്രോജക്റ്റ് തന്നെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ആൾക്കാരെ ചിഹ്നിപ്പിച്ചു കളയുന്നു. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാബേൽ എന്നുള്ളത് അത്
എന്താ പറയുക, ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ഗോപുരം മാത്രമായിരുന്നില്ല. അതൊരു ഐഡിയോളജിയാണ്, അതൊരു കൾച്ചറാണ്, അതൊരു മൈൻഡ് സെറ്റപ്പാണ്. അത് അവിടം കൊണ്ട് തീർന്നില്ല. നമുക്കറിയാം, റെവലേഷൻ 17 പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ബാബേൽ എന്നുള്ള ബാബേല് സകലവിധത്തിലുള്ള ഹാർലറ്റുകളുടെ മദർ, അല്ലെ, വേശ്യകളുടെ മതിലല്ലേ, മദർ, അമ്മ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്റെ ദൈവവുമായിട്ടുള്ള നടപ്പിന്റെ ആ ഒരു ഡിക്ലൈൻ വന്നത്, അതിന്റെ ഒരു എന്താ പറയാ, നാശത്തിലേക്കുള്ള ദൈവമായിട്ടുള്ള നടപ്പല്ല, ദൈവമായിട്ടുള്ള നടപ്പ്, ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ അതിന്റെ നാശം, അല്ല, അതിന്റെ ആ ഒരു എന്താ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക്, അത് ദൈവത്തിൽ നിന്ന് മനുഷ്യര് മാറിപ്പോകുന്നതിന്റെ തുടക്കം അത് തുടങ്ങിയത് ഇവിടെ വെച്ചാണ്, അല്ലെ, ബാബേൽ നഗരത്തിൽ വെച്ചാണ് തുടങ്ങുന്നത്. നിമ്രോദ് എന്നുള്ള വ്യക്തിയാണ് അതിന്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീം, ഈ ആൾക്കാരുമാണ് അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാകുന്നത്, അല്ലെ. അതാണ് മദർ ഓഫ് ഹാർലറ്റ് എന്നവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം ഇത്. അപ്പോ അത് ആ ഒരു ഐഡിയ ദൈവത്തിനെതിരായിട്ട് നിൽക്കുക, തങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയിലിട്ട് അവരൊക്കെ പണിയാനുള്ള ബുദ്ധിയൊക്കെ ദൈവം കൊടുത്തിരിക്കുന്നത്, അല്ലെ. ആ ബുദ്ധിയെല്ലാം ഉപയോഗിച്ച് ദൈവത്തിനെതിരായിട്ട് തന്നെ നിൽക്കാം എന്നുള്ള ഐഡിയയിലേക്ക് വന്നിരിക്കുന്നത്, അത് ബാബേൽ നിന്ന് തുടങ്ങിയ ഒരു പരിപാടിയാണ്. അത് ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. ഇനിയിപ്പോ നമുക്കറിയാം, AI പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട്, അല്ലെ, ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട്, അതുപോലുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ദൈവത്തിനെതിരായിട്ട് എങ്ങനെ നിൽക്കാം, ദൈവത്തിന്റെ കിങ്ഡത്തെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാം, ചർച്ചിനെതിരായിട്ട് എങ്ങനെ നിൽക്കാം, ചർച്ചിലുള്ളവരെ എങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യാം, അല്ലെ, യേശുക്രിസ്തു ദൈവമല്ലെന്ന് എങ്ങനെ പറഞ്ഞ് പരത്താം, അതൊക്കെ ആയിട്ടാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ. ഇപ്പൊ AI ഒക്കെ വന്നതിന് ശേഷം, ഇന്റർനെറ്റ് ഒക്കെ വന്നുകൊണ്ട് ഒരു തരത്തില് എന്താ പറയുക, ഒരേ, ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് ഒന്നല്ലെങ്കിൽ പോലും, പക്ഷെ മനുഷ്യരെല്ലാം കുറച്ചൊന്ന് യുണൈറ്റഡ് ആയിട്ടുണ്ട്, അല്ലെ, ഒരു കണക്റ്റഡ് ആയിട്ടുണ്ട് മനുഷ്യർ, അല്ലെ. ഇന്റർനെറ്റ് വഴിയൊക്കെ ഗ്ലോബലി കണക്റ്റഡ് ആയിട്ടുണ്ട്. ആ കണക്ഷൻ വന്നു കഴിയുമ്പോൾ ആ കണക്ഷന്റെ സെന്ററായിട്ട് ദൈവം തമ്പുരാൻ ഇല്ല എങ്കിൽ പിന്നെ വരാൻ പോകുന്നത് പാപമായിരിക്കും, അല്ലെ. ദൈവത്തിനെതിരായിട്ടുള്ള റിബേലിയൻ ആയിരിക്കും, ദൈവത്തിനെതിരായിട്ടുള്ള വർക്കുകളിലേക്ക് നയിക്കത്തുള്ളൂ. അത് തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് വചനത്തിൽ കൂടെ ദൈവം പറഞ്ഞിരിക്കും, ഇത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കാൻ പോകുന്നു. അവസാന കാലം ആകുമ്പോ നോബന്റെ കാലം പോലെ ആയിരിക്കും, അല്ലെ, ഫ്ലഡിന് മുമ്പുള്ള കാലം പോലെ ആയിരിക്കും, ഇതിങ്ങനെയൊക്കെ തന്നെ നടക്കാൻ പോകുന്നു. അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുവോ, നമ്മള് എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന വ്യക്തികളായിരിക്കണം, സോൾട്ട് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം, അല്ലെ. AI അങ്ങ് മുഴുകിപ്പോകാതെ, അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനം സ്പ്രെഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കണം, അല്ലെ. പിശാച് അവന്റെ തന്ത്രങ്ങളുമായിട്ട് ഈ ലോകത്തിലേക്ക് അവന്റെ സീഡ്, അല്ലെ, അവന്റെ വിത്ത് സന്തതികളെയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നമ്മള് ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളായിരിക്കണം, അല്ലെ. പിശാചിന്റെ തന്ത്രം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധി വരുന്ന ദൈവത്തിൽ നിന്ന്. അപ്പൊ ഈ AI ആണെങ്കിലും എന്താ പറയുക, ഇന്റർനെറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും മീഡിയസ് ആണെങ്കിലും, എന്താന്ന് പറഞ്ഞാല് ബുദ്ധി വന്നിരിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. പക്ഷെ ആ ബുദ്ധി നേരെ ഉപയോഗിക്കുന്നില്ല, അല്ലെ. അത് ദൈവത്തിനെതിരായിട്ട് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പാമ്പ്, സർപ്പത്തിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും കണ്ണിങ് ആയിട്ടായിരുന്നു. ദൈവം കൊടുത്തതാണ് ആ ഒരു കണ്ണിങ്നെസ് എന്നുള്ളത് സർപ്പത്തിന്. പക്ഷെ അവൻ ഉപയോഗിച്ച് വേറെ രീതിയിലായി പോയി എന്ന് മാത്രമാണ്, അല്ലെ. എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, ദൈവം കൊടുത്താണ് ബുദ്ധി. ഇതെല്ലാം ചെയ്യാനുള്ള ബുദ്ധിയും കഴിവും ദൈവത്തിൽ നിന്ന് വരുന്ന, പിശാചിന് എവിടെ നിന്ന് ബുദ്ധി ഇരിക്കുന്നത്? അല്ലാതെ പിശാചിൽ നിന്ന് വരുന്നതല്ല ബുദ്ധിയൊന്നും, ദൈവത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ ആ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തിനെതിരായിട്ട് നിൽക്കാനായിട്ടാണ് മനുഷ്യര് ഉപയോഗിക്കുന്നത്. പിശാചിന്റെ കിങ്ഡം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അവര് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ദൈവത്തിന്റെ രാജ്യത്തിന്റെ വെളിച്ചമോടെ ലോകത്തിൽ നിൽക്കുക, അല്ലെ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഈ ലോകത്തിന്റെ സോൾട്ടും വെളിച്ചവുമായിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്തിന് നന്ദി പറയുന്നു. കർത്താവെ, താങ്ക് യു ജീസസ് മസ്റ്റ്. അങ്ങനെ പോലും ദൈവമില്ല, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് സംസാരിച്ചിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തന്ന് അപേക്ഷിക്കും. ഞങ്ങൾ ലൈറ്റായിട്ടും സോൾട്ടായിട്ട് ഈ ലോകത്തിലേക്ക് വിളിച്ചിരിക്കുന്ന കർത്താവ്, അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാനും ഉള്ള കൃപ ഞങ്ങൾക്ക് തന്നെ. കർത്താവ്, ഈ ലോകത്തിലേക്ക് കർത്താവ് കണ്ണ് നാട്ടാതെ കർത്താവ് അങ്ങയിലേക്ക് മാത്രം നോക്കാനുള്ളത് യേശുവിന്റെ നാമത്തിൽ കർത്താവ് കൃപ തന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ.